കാലം തെളിയിക്കുന്ന കുറേ മാറ്റങ്ങൾ. ഇത് സർവ്വസാധാരണമല്ലാത്തത് കൊണ്ടോ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് ഇതല്ല. നമ്മളെ അടുത്ത വട്ടം വീണ്ടും ഒരു പ്രാവശ്യം വരും, അല്ലെ 2 പ്രാവശ്യം വരും. വെൽക്കം ബാക്ക്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് മീനങ്ങാടിയിലെ അക്വാഡക്റ്റാണ്. അക്വാഡക്റ്റിൻ്റെ പാസേജിലാണ് നിൽക്കുന്നത്. റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. അള്ളയ്ക്ക് എന്ന് പറയാം. ഞാൻ പ്രതീക്ഷിച്ച് വന്നൊരു കാഴ്ച എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, മഴക്കാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഒരു മൂടലാണെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഡക്റ്റ്. ഇതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാരിങ്ങനെ നടന്നു പോകാനും ക്രോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി നെൽപ്പാടവും ആ ഗ്രാമീണ ഭംഗി തന്നെയാണ് ഫുള്ളായിട്ടുള്ളത്. ചുറ്റും കാണാൻ പറ്റും കിളികളെ സൗണ്ട്, കാക്കയുടെ സൗണ്ട്. മോർണിംഗിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കഴുകുന്നത്, രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ, പിന്നെ പശുവിനെ തീറ്റിക്കാൻ പോകുന്നത് ഒക്കെ ഒരു നാടൻ വൈബാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഈ പാലത്ത് കൂടെ നടക്കുമ്പോൾ തന്നെ വേറൊരു രസമാണ്. ദൂരെ വരെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ അങ്ങ് ദൂരത്തുള്ള റിസോർട്ട് കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, കിളികൾ പറന്ന് നടക്കുന്ന മഴക്കാറിങ്ങനെ മാറിയിട്ട് സൂര്യൻ വരുമെന്ന് പ്രതീക്ഷയൊക്കെ ഉണ്ട്. തോന്നുന്നില്ല കിട്ടുമെന്ന്. ഭാഗ്യം ഇല്ല. എന്തായാലും രാവിലെ കോട പ്രതീക്ഷിച്ച് വന്നിട്ട് കോട കിട്ടിയിട്ടില്ല. എന്നാലും നിരാശയൊന്നുമില്ല. കാരണം അടുത്ത വട്ടം വീണ്ടും ഒരു പ്രാവശ്യം വരും, അല്ലെ 2 പ്രാവശ്യം വരും. എന്നിട്ട് കോട കിട്ടി ആ വ്യൂ കിട്ടുന്നത് വരെ നമ്മൾ വരും. ആണല്ലോ അതിൻ്റെ ഒരു ഇത്. പല സമയങ്ങളിലായിട്ട് ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. അപ്പോൾ ഒരേ സ്ഥലത്തിൻ്റെ തന്നെ പല കാഴ്ചകൾ കാണുമ്പോൾ അത് വേറൊരു ഫീലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, അല്ലെ നമ്മളെ പോയിൻ്റ് ഓഫ് വ്യൂ, പിന്നെ സമയം തരുന്നത്, കാലം തെളിയിക്കുന്ന കുറേ മാറ്റങ്ങൾ, അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഇവിടുന്നുള്ള വ്യൂ. അത് നിങ്ങളെ ഭാഗ്യത്തിനനുസരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യാവസ്ഥ അതാണ്. ഈ കാണുന്ന കനാലിൽ കൂടെ വെള്ളം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒഴുകിയാണ് അക്വാഡക്റ്റ് കൂടെ പോകുന്നത്. ഇതിലൂടെ ഒഴുകിയിട്ട് കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് കാരാപ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ ആളുകൾ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മേല രീതിയാണ്. നീർപ്പാലത്തിൽ യാത്ര നിരോധിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് നമുക്കവിടെ കാണാം. ഇതിലൂടെ ഇങ്ങനെ ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ താഴത്തു കൂടെ പോകുന്നതിന് പോലെ ഇതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് ക്രോസ് ചെയ്യാനുള്ളൊരു മേൽപ്പാലം എന്ന രീതിക്ക് കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ എത്തിപ്പെടുന്ന സമയത്തിനനുസരിച്ചിട്ടുണ്ടാവും. നമ്മളെ ലക്ക് പോലെ ഉണ്ടാവും. ചിലപ്പോൾ സൂര്യൻ വരും. ഇന്നിപ്പോൾ മഴക്കാറുള്ളത് കൊണ്ട് സൂര്യനോ ഒന്നുമില്ല, കോടയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം വരെ അടിപൊളിയായിട്ട് കോടയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവിടുത്തെ ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ രാവിലെ നടക്കാനിറങ്ങുന്ന ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തൊട്ട് താഴത്തുനിന്ന് വെള്ളം എടുത്തിട്ട് വണ്ടി കഴുകുന്നതും, അവിടെ ഒരു വീടുണ്ട്. ആ വീടുകാർ ആ ദൂരത്ത് ഒരു വീട് കാണുന്നുണ്ട്. ആ വീട്ടുകാർക്കൊക്കെ ഉള്ള വ്യൂ ആലോചിച്ച് നോക്ക്, അടിപൊളിയാണ്. നമ്മളിങ്ങനത്തെ പ്രദേശങ്ങൾ കാണാൻ വേണ്ടി വരുന്നു. സ്ഥിരം കാണുന്ന സ്ഥലമായതുകൊണ്ട് അവർക്കിതിന് വിലയില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്കിത് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ്. അക്വാഡക്റ്റിൻ്റെ താഴത്തു നിന്നുള്ള വ്യൂ ആണ്. ദിസ് ഈസ് ദ ഏരിയ. ഇതിലൂടെയാണ് നോർമലി ഉള്ള പാസേജ്. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി പോകണം. അതിന് ആളുകൾ നടന്നു പോകുന്ന സമയത്ത് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ നേരെ ഇതിൻ്റെ അക്വാഡക്റ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അവിടം വരെ എത്തും. ഒരു ഷോർട്ട് കട്ടാണ്, നടക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉള്ളത്.
ജനങ്ങൾക്ക് ഉപകാരപ്രദമായതാണ്. വെള്ളം ഒഴുക്കി വിടുന്ന സമയത്ത് നമുക്കിത് സർവ്വസാധാരണമല്ലാത്തത് കൊണ്ടും നമ്മളെ കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വന്നിട്ട് കിട്ടിയ കാഴ്ച നല്ല വ്യൂ എന്ന് പറയാൻ കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാൻ പറ്റും. പക്ഷേ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് ഇതല്ല, നമ്മളെ എക്സ്പെക്റ്റേഷൻ ഇതല്ലാത്തത് കൊണ്ട് നമുക്കിത് ഭംഗി കുറവായിട്ട് തോന്നുകയാണ്. അല്ലെങ്കിൽ ഇതൊരു അടിപൊളി ഭംഗി തന്നെയാണ്. ഇത്രയും പൊക്കത്ത് നിന്നിട്ട് നെൽപ്പാടവും ചുറ്റുള്ള പ്രദേശവും ദൂരത്തും ഒക്കെ അങ്ങ് ദൂരത്തൊക്കെ കാണുന്ന നെൽപ്പാടവും അതിനോട് ചേർന്നിട്ടുള്ള വീടുകളൊക്കെ അടിപൊളി വ്യൂ ആണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് ഇതല്ല. നിറച്ചും കോടയും ആ കോടേൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഉദിച്ച് വരുന്നതും മറ്റൊക്കെ ആയതുകൊണ്ടുള്ള ഒരു പ്രതീക്ഷക്കുറവും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതും അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന സമയവും കൂടി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാഴ്ചകൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് വയനാട് മീനങ്ങാടിയിൽ വന്നിട്ട് അക്വാഡക്റ്റ് മീനങ്ങാടി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ആ ലൊക്കേഷൻ ഇട്ട് ഡയറക്റ്റ് വന്നാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.